തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, കോവളത്തേക്ക് പോവുകയാണ്, സനൂപിലേക്ക്. സനൂപ്, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സനൂപിനോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, പക്ഷേ സനൂപ് അതിന് ഉത്തരം നൽകിയില്ല. എന്താണ് ന്യൂ ഇയറിൻ്റെ പ്ലാൻ എന്നുള്ളത്, എന്തൊക്കെയാണ് പ്ലാൻ, പിന്നെ കോവളത്തെ ആഘോഷം എങ്ങനെ പോകുന്നു സനൂപ്? എൻ്റെ പ്ലാൻ എല്ലാം സീക്രട്ടാണ്. ഞാൻ എൻ്റെ ഒരു പ്ലാനും പുറത്തു വിടത്തില്ല. നമുക്ക് ഇവിടെ തിങ്ങിക്കൂടി ആൾക്കാരുടെയൊക്കെ പ്ലാൻ അറിയാം, അവരുടെ ആഘോഷം ഏത് രീതിയിലാണെന്ന് അറിയാം. അല്ലാതെ എൻ്റെ പ്ലാൻ ഞാൻ പുറത്തു വിടില്ല. കഴിഞ്ഞ വർഷം ഒരു റെസൊല്യൂഷൻ ഞാൻ പുറത്തു വിട്ടിരുന്നു, അതിൻ്റെ ആഘാതം ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. ഹൗ ഈസ് യുവർ ന്യൂ ഇയർ? Best. This is the best. You are from? I came from Chhattisgarh. How is Kerala? Very beautiful. Any new plan for 2026? No, just study, work hard, and become successful in life. How was 2025? Good. Best year of my life. Okay, enjoy. Thank you. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ കോവളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദേശികളുണ്ടായിരിക്കും, സ്വദേശികളുണ്ടായിരിക്കും. സ്വദേശികൾ മലയാളികൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടി ആഘോഷിക്കാൻ വേണ്ടി എത്തുന്ന ഒരു പ്രധാന വേദിയാണ് കോവളം. ഈ കോവളം ബീച്ച് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വളരെ മെല്ലെ രീതിയിൽ, അധികം ആഴമില്ലാതെ നിന്ന് ആളുകൾക്ക് കുളിക്കാനും കളിക്കാനും പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കോവളം. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി ജനം ഒരുപാട് പേർ ഈ കോവളം ബീച്ച് തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ഇന്റർനാഷണൽ ബീച്ചാണ്, അതുകൊണ്ട് വിദേശികളും ഒരുപാടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരുക്കങ്ങൾ ഉള്ളത്. നമ്മൾ ഈ കാണുന്ന ബീച്ചിലാണ് ഈ പറയുന്ന പോലെ മലയാളികൾക്കും അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് കളിക്കാനും മറ്റൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തെ ബീച്ചിലാണ് വിദേശികൾ. അവിടെ നിയന്ത്രണമുണ്ട്, അവിടെ കൂടുതലും വിദേശികൾ മാത്രമാണ് അവിടെ തിങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയന്ത്രണത്തോടു കൂടിയാണ് ഈ പുതുവത്സര ആഘോഷത്തിന് ഈ കോവളം ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നേരത്തെ തന്നെ ആളുകൾ ഇവിടെ ബീച്ചിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, വൃദ്ധരുണ്ട്, അങ്ങനെ എല്ലാ പ്രായക്കാരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കോവളം ബീച്ച് എന്ന് പറയുന്നത്. കോവളത്ത് മാത്രമല്ല തലസ്ഥാനത്ത് ആഘോഷം, മറ്റ് ബീച്ചുകളിലും ഒക്കെ തന്നെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. കോവളത്ത് 6 മണിക്ക് ശിങ്കാരി മേളവും അതുപോലെ തെയ്യവും ഒക്കെ സംസ്ഥാന ടൂറിസം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് ബീച്ചുകൾ, ശംഖുമുഖത്തായാലും അവിടെ DJ പാർട്ടി മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. മറ്റ് ബീച്ചുകളിലായാലും എല്ലാം വലിയ ആഘോഷമൊക്കെ തന്നെയാണ്. പ്ലീസ് കം ഫോർവേഡ്. യു പ്ലീസ് കം ഫോർവേഡ്. സോറി, ദേ ആർ ഡാൻസിങ്. സോറി, അവർ വലിയ ആഘോഷമുണ്ട്. മലയാളികളല്ല, മറ്റേതോ സ്ഥലത്തു നിന്ന് വന്നവരാണ്. അവർക്ക് നമ്മോട് സംസാരിക്കുന്ന സമയമില്ല. അവർ ആ പാട്ടിനൊത്ത് നൃത്തം വെക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആഘോഷം കോവളത്ത് മാത്രമല്ല, മറ്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലൊക്കെ തന്നെ ആഘോഷമുണ്ട്. എല്ലായിടത്തും DJ പാർട്ടി ഉള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ഇത്തവണ 12 മണിവരെ ബാറും നടത്താനുള്ള ഒരു അനുമതി സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട്. വലിയ ആഘോഷം അതുകൊണ്ട് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആഘോഷം അത് തന്നെയാണ്. പ്ലീസ് കം. യു ആർ ഫ്രം? You are from Chhattisgarh. How is your celebration here in Kerala? Kerala, Very good. Why did you choose Kerala for your New Year celebration? Yeah. Why did you select Kerala? Kerala enjoy बेस्ट कंट्री, मतलब बेस्ट स्टेट, तो अपने को मतलब बहुत बेस्ट लगा ये आने के लिए. तो अपन लोगों ने इसी को मतलब कंफर्म किया कि यहीं आते हैं, एक बार एंजॉय करते हैं करके. Do you have any special plan for 2026? Any special plan for 2026? ये बताएंगे हमारे colorful, beautiful. प्लानिंग इसे कुछ ना हो, बस ये अपन को एंजॉय करना था. You please sing a Hindi song for us. या अपन पूरा हिंदी. Yeah. पानी पानी हैप्पी न्यू ईयर 2026. हैप्पी न्यू ईयर. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. വലിയ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയി എൻ്റെ ഷൂസ് 2 നനഞ്ഞിട്ടുണ്ട്. അതുപോട്ടെ, സാരമില്ല. അപ്പോൾ മലയാളികളൊന്നും കണ്ടില്ല, കിട്ടിയത് മുഴുവൻ ഹിന്ദിക്കാരെയാണ്. പക്ഷെ അവർ വലിയ വൈബിൽ തന്നെയാണ് എല്ലാവരും. കേരളം ഹിന്ദിക്കാരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനുള്ള സനൂപിന്റെ മനസ്സാണ് ഹൈലൈറ്റ്.